നമസ്കാരം, ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻ ഫ്ലെയിം യാത്ര. എൻ്റെ പേര് വിജിനി. ഹോപ്പ് നിങ്ങളെല്ലാം ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. ഈ ഒരു റെസ്റ്റിംഗ് പീരീഡിൽ നിങ്ങൾ എന്നോടൊപ്പം നിന്നതിന് ഒരുപാട് നന്ദി. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വിട്ടു പോകാത്തതിന് വളരെയധികം നന്ദി. താങ്ക് യു. ബിക്കോസ് ഈ ഒരു റെസ്റ്റിംഗ് പീരീഡ് എനിക്ക് ആവശ്യമായിരുന്നു. അത്രമാത്രം ഇമോഷണലി ആൻഡ് സ്പിരിച്വലി ഞാൻ ഡ്രെയിൻ ഓഫ് ആയ ഒരു ടൈം ഓഫ് പീരീഡുകളായിരുന്നു. ബിക്കോസ് ഓഫ് ദ കാർമിക് ജോബും ആൻഡ് ഭയങ്കരമായിട്ട് അതെൻ്റെ ഹെൽത്തിനെയും ബാധിച്ചു, വളരെ മോശമായിട്ട് രീതി. ഓക്കെ, സോ ഇതൊരു ക്വിക്ക് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കാരണം എല്ലാവർക്കും അറിയാം ട്വിൻ ഫ്ലെയിംസ് എന്താണ്. ഓക്കെ, ട്വിൻ ഫ്ലെയിംസ് എന്താണ്, അവരുടെ ധർമ്മം എന്താണ്. പക്ഷേ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഉണ്ടാക്കിയ വീഡിയോസിലും സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. പക്ഷേ ഇന്ന് എനിക്കുണ്ടായ ഗൈഡൻസ് ഒരു റിവൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ നമുക്ക് ആ കോൺസെപ്റ്റിനെ ഒന്ന് നന്നായിട്ട് ഡീപ്പനായിട്ട് മനസ്സിലാക്കാം. സോ ദാറ്റ് ഇപ്പം ആരെങ്കിലും ന്യൂ ആയിട്ട് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആവും. പിന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. ചില സമയത്ത് നമുക്ക് റിവൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുന്നത് മീൻസ് വീണ്ടും ഓർത്തെടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് പറയുക. സോ ശ്രദ്ധിച്ച് ഇരിക്കുക. ഓക്കെ, ഇനി ഗോഡ് ആണല്ലോ സെൻറ്റർ ഓഫ് എവറിഥിങ്. നമ്മുടെ ക്രിയേഷൻ്റെ എല്ലാത്തിൻ്റെ സെൻറ്റർ ആരാണ്? ഗോഡാണ് നമ്മുടെ യൂണിയനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ യൂണിയൻ ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡാണ്. അപ്പോൾ ഗോഡ് നമ്മുടെ യൂണിയനെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അതൊരു യിങ് യാങ് സിമ്പിളായിട്ടാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ്സ് എ യിങ് യാങ് സിമ്പിൾ. യൂണിയൻ ക്രിയേറ്റഡ് ബൈ ഗോഡ് നമ്മുടെ യൂണിയൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. 5Dയിൽ നമ്മുടെ യൂണിയൻ ഇങ്ങനെയാണ്. യൂണിവേഴ്സിൽ നമ്മുടെ യൂണിയൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഈ യിങ് യാങ് സിമ്പിളിൽ ഈ ഒരു ബ്ലാക്ക് പോർഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് യിങ് എനർജിയാണ്. യിങ് എനർജി മീൻസ് ഇറ്റ്സ് എ ഡിവൈൻ ഫെമിനൻ. ഓക്കെ, ആൻഡ് ഈ വൈറ്റ് എസൻസ് എന്താണെന്ന് ചോദിച്ചാൽ യാങ് എനർജി ഇറ്റ്സ് എ ഡിവൈൻ മാസ്കുലിൻ. ഓക്കെ, ഡിവൈൻ മാസ്കുലിൻ ആൻഡ് ഡിവൈൻ ഫെമിനൻ. ആൻഡ് നിങ്ങളെല്ലാവരും ഈ ഒരു പോർഷൻ, ഈ യിന്നിലുള്ള ഒരു വൈറ്റ് പോർഷൻ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. ആ വൈറ്റ് പോർഷൻ ആ ഡിവൈൻ ഫെമിനൻ്റെ മാസ്കുലിൻ്റെ എസൻസ് ആണ്. ആ വൈറ്റ് പോർഷൻ ഡിവൈൻ മാസ്കുലിൻ്റെ എസൻസ്. ആൻഡ് ഈ വൈറ്റിലുള്ള യാങ്ങിലുള്ള ഈ ഒരു ബ്ലാക്ക് സ്പോട്ട് കണ്ടോ, ഈ ഒരു ബ്ലാക്ക് എസൻസ് അവൻ്റെ ഡിവൈൻ ഫെമിനൻ്റെ എസൻസാണ്. മനസ്സിലായോ? ഇതിപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മാസ്കുലിൻ്റെയും ഇപ്പം നിങ്ങൾ ഫെമിനൻ ആയിക്കോട്ടെ, നിങ്ങൾ മാസ്കുലിൻ ആയിക്കോട്ടെ, നിങ്ങൾ ആര് തന്നെ ആയാലും നിങ്ങളുടെ യൂണിയൻ എക്സിസ്റ്റ് ചെയ്യുന്നത് യിങ് യാങ് പോർഷനിലാണ്. ആൻഡ് നിങ്ങളുടെ മാസ്കുലിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു എസൻസ് ഉണ്ട്. ആൻഡ് നിങ്ങളുടെ ഫെമിനിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ എസൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ ഫിസിക്കലി മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാത്ത ഒരു അട്രാക്ഷൻ, ഫിസിക്കൽ ആയിക്കോട്ടെ, സ്പിരിച്വൽ ആയിക്കോട്ടെ, ഇമോഷണൽ ലെവൽ ആയിക്കോട്ടെ, ഭയങ്കര അട്രാക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. ആ അട്രാക്ഷൻ നമുക്ക് വേറെ ഒരു റിലേഷൻഷിപ്പിലും കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ദെയർ. നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എനർജീനെ ഫിസിക്കൽ ഫോമിലെ റെപ്രസെൻറ്റേഷനാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. ആൻഡ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഗോഡാണ് ക്രിയേറ്റ് ചെയ്തത്. സോ ക്രിയേഷൻ്റെ ഉത്തരവാദിത്തം മൊത്തം ഓൾറെഡി ആരുടെയാണ്? ഈശ്വരൻ്റെയാണ്. ഓൾറെഡി നിങ്ങളുടെ എക്സിസ്റ്റൻസ് ഈ ഒരു രീതിയിലാണ് യൂണിവേഴ്സിൽ ഉള്ളത്. ആൻഡ് നിങ്ങളിവിടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി നിങ്ങൾ ഭൂമിയിലേക്ക് വന്നു എന്ന് കരുതുക. നിങ്ങൾ ഭൂമിയിലേക്ക് വന്നു. ഓക്കെ, എർത്തിൻ്റെ വൈബ്രേഷൻ കൂട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു യൂണിയനാണ് സ്പ്ലിറ്റ് ആയത്. അതാണ് ഒരു സോളിൻ്റെ 2 ഹാഫ് ആണെന്ന് പറയുന്നത്. ഈ യൂണിയനാണ് സ്പ്ലിറ്റ് ആകുന്നത്. ഓക്കെ, ഈ യൂണിയനാണ് സ്പ്ലിറ്റ് ആകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ ഒരു സോളും ഒരു ബോഡി, ഒരാത്മാവിൻ്റെ 2 സ്പ്ലിറ്റ് എന്ന് പറഞ്ഞത്. ബിക്കോസ് ഒരാത്മാവായിട്ട് നിങ്ങൾ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്ത് ഇരുന്നത്. ആൻഡ് ആണ് ഡിവൈൻ ഫെമിനൻ ആണ്. മനസ്സിലായില്ലേ? ഇനി ഇപ്പോഴത്തെ ആരാണ്? അവളുടെ ഡിവൈൻ മാസ്കുലിൻ ആണ്. ഓൾറെഡി നിങ്ങൾ യൂണിയനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ യൂണിയനെ സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഈ യൂണിയൻ എർത്തിൽ
എവിടെയാണ് ഇത് സ്പ്ലിറ്റ് ആയത്? എർത്തിൽ വന്ന് എർത്തിൻ്റെ വൈബ്രേഷൻ കൂട്ടാൻ വേണ്ടി. ഓക്കെ, എർത്തിൽ സ്പ്ലിറ്റായി എന്തായി? ഡിവൈൻ ഫെമിനൻ ആൻഡ് ഡിവൈൻ മാസ്കുലിനായി. ഡിവൈൻ ഫെമിനനിൽ ഇപ്പോഴും ഉണ്ട് അവളുടെ മാസ്കുലിൻ്റെ എസെൻസ്. ഇതാണ്ട് കണ്ടോ, DM, ആൻഡ് ഇവിടെയുണ്ട് TF. ഈ ഡിവൈൻ മാസ്കുലിൻ അവളുടെ ഡിവൈൻ ഫെമിനൻ്റെ എസെൻസ് ഉണ്ട്. സോ അട്രാക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. ആൻഡ് ദ മിറർ, എന്തുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളുടെ മിറർ ചെയ്യുന്നത്? ബിക്കോസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓൾറെഡി നിങ്ങളുടെ ഒത്തൻറ്റിക് വേർഷൻ, ഡിവൈൻ മാസ്കുലിനുള്ളിൽ ഓൾറെഡി നിങ്ങളുടെ ഡിവൈൻ ഫെമിനൻ്റെ ഒത്തൻറ്റിക് സെൽഫ് എക്സിസ്റ്റ് ചെയ്യുന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഡിവൈൻ ഫെമിനൻ ഡിസ്റ്റോർട്ടഡ് ഫോമിലുള്ള ഡിവൈൻ ഫെമിനനെ മാസ്കുലിൻ റിജക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായത്? ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ഒത്തൻറ്റിസിറ്റിയിലേക്ക് തിരിച്ചു വരാൻ, നിങ്ങളുടെ ഈ ഒത്തൻറ്റിസിറ്റിയിലേക്ക് തിരിച്ചു വരാനാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ മിറർ ചെയ്യുന്നത്. ആൻഡ് തിരിച്ചും ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ. ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാസ്കുലിൻ ആണെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ ഫെമിനൻ്റെ ഉള്ളിൽ അവളുടെ ഡിവൈൻ മാസ്കുലിൻ്റെ എസൻസ് ഉണ്ട്. സോ ഡിവൈൻ മാസ്കുലിൻ്റെ ഒത്തൻറ്റിക് സെൽഫ് ഉണ്ട്. സോ അവളത് മിറർ ബാക്ക് ചെയ്യും. ഒത്തൻറ്റിക് അല്ലാത്തത് എന്തും ഡിവൈൻ ഫെമിനനും ഡിവൈൻ മാസ്കുലിനും മിറർ ചെയ്ത് കാണിക്കും. ഓക്കെ, സോ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിനെ അവർ മിറർ ചെയ്ത് കാണിക്കും. ആൻഡ് നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഒരു നാർസിസ്റ്റിക് അല്ലെങ്കിൽ അബ്യൂസീവ് അല്ലെങ്കിൽ മിസ്ബിഹേവിങ്, നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന, ഡിസോണർ ചെയ്യുന്ന എന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മളെ മിറർ ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ പുതിയതായിട്ട് യൂണിയനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ഇല്ല. കാരണം ഓൾറെഡി എക്സിസ്റ്റിലുള്ള യൂണിയനെയാണ് നിങ്ങൾ തിരിച്ചു വന്നിക്കുക. നിങ്ങൾ ഓൾറെഡി ആസ് എ ഹോൾ ബ്ലാക്ക് സർക്കിളാണ്. ഓക്കെ, യാങ് എനർജി ഇൻ എനർജിയാണ്. ആൻഡ് നിങ്ങളുടെ മാസ്കുലിൻ ഓൾറെഡി മൊത്തം പൂർണ്ണമായ ഒരു എനർജി ഫീൽഡാണ്. മാസ്കുലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഒരു പൂർണ്ണമായ ഒരു ഡിവൈൻ മാസ്കുലിൻ റെപ്രസെൻറ്റേഷൻ ആണ് ഈ യാങ് എനർജി ആൻഡ് ഫെമിനൻ. നിങ്ങളൊരു ഡിവൈൻ ഫെമിനൻ്റെ പൂർണ്ണമായ എസൻസ് ആണ്. പൂർണ്ണമായ ഫെമിനനും ആൻഡ് പൂർണ്ണമായ മാസ്കുലിനും. ആൻഡ് അതുകൂടാതെ ആ പൂർണ്ണമായ ഫെമിനൻ എനർജിയിലും അവളുടെ മാസ്കുലിൻ്റെ ഒരു ഒത്തൻറ്റിക് സെൽഫും ഉണ്ട്. ആ എസൻസ് അവിടെ ഉള്ളിലുണ്ട്. കാരണം ആ ഒരു എസൻസിൻ്റെ സോളിൻ്റെ എസൻസ് ആണ് ഇവിടെ അവിടെ മാസ്കുലിൻ റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സോൾ ബോണ്ടാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സ്ട്രോങ് ഇമോഷണൽ ലവിനെ അല്ലെങ്കിൽ അവേക്കൺ ചെയ്യുന്നത്, ഉണർത്തുന്നത്. ആൻഡ് നിങ്ങളുടെ മാസ്കുലിനും അതുപോലെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഡിവൈൻ മാസ്കുലിൻ്റെ ഉള്ളിലും അതേ ഡിവൈൻ ഫെമിനൻ്റെ എസൻസ് ഉണ്ട്, സോൾ എസൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവളിൽ കാണുമ്പോൾ ആ ഒരു ഈ റൊമാൻറ്റിക് അട്രാക്ഷൻ അല്ലെങ്കിൽ ലവ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സേഫ് സ്പേസ് അവനും ഫീൽ ചെയ്യുന്ന അവളുടെ ഫെമിനനെ കാണുമ്പോൾ. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങളിത് ഇനി യൂണിയനിൽ എത്തണമെങ്കിൽ യു ഹാവ് ടു ഡൂ യുവർ ഇന്നർ വർക്ക്. ഇന്നർ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. മാസ്കുലിൻ ആയിക്കോട്ടെ ഫെമിനൻ ആയിക്കോട്ടെ, നമ്മളുടെ ഉള്ളിലാണ് ഇന്നർ ചേഞ്ചസ് വരുത്തേണ്ടത്. കാരണം നമ്മുടെ ഉള്ളിലെ ആ മാസ്കുലിൻ്റെ എസൻസിനെ മാസ്കുലിൻ്റെ എസൻസ് ഉണ്ടല്ലോ, ആ മാസ്കുലിൻ്റെ എസൻസ് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും ടു ടേക്ക് ആക്ഷൻ. നമ്മൾ ഡിസ്റ്റോർട്ടഡ് ഫോമിൽ നിന്ന് ഡിവൈൻ ഫോമിലേക്ക് വരുമ്പോൾ നമ്മുടെ മാസ്കുലിൻ്റെ എനർജി, ഉള്ളിലുള്ള നമ്മുടെ മാസ്കുലിൻ എനർജി നമ്മളെ ഗൈഡ് ചെയ്യും ടു സ്റ്റെപ്പ് ഇൻ. ആൻഡ് നിങ്ങളുടെ മാസ്കുലിനെ നിങ്ങളുടെ ഉള്ള ഡിവൈൻ ഫെമിനൻ ഗൈഡ് ചെയ്യും മുന്നിലോട്ട് വരാൻ വേണ്ടി. പക്ഷെ നമ്മളിപ്പോൾ എന്തോ ചെയ്യുന്നത്? ഒന്നെങ്കിൽ നമ്മൾ ഡിസ്റ്റോർട്ടഡ് ഫോമായിട്ട് ഡിവൈൻ മാസ്കുലിനെ നമ്മൾ ഭയങ്കര നീഡി എനർജി ആണെങ്കിൽ നമ്മുടെ ഉള്ളൊരു ഡിസ്റ്റോർട്ടഡ് മാസ്കുലിനാവും. ഡിവൈൻ മാസ്കുലിൻ അല്ല, ഡിസ്റ്റോർട്ടഡ് മാസ്കുലിനായി മാറും നമ്മൾ. ഈ ഒരു എനർജി ഉണ്ടല്ലോ, ഈ എനർജി മൊത്തത്തിൽ ഡിസ്റ്റോർട്ടഡ് ഫോമിൽ നമ്മുടെ കയ്യിൽ ബിൽഡാവും. നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ ഈ എനർജി നമ്മുടെ ഡിവൈൻ എസൻസിനെ മൊത്തം മാറ്റി ഒരു ഡിസ്റ്റോർട്ടഡ്
മാസ്കുലിൻ്റെ വെർഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവും. ടെസ്റ്റോടെ മാസ്കുലിൻ വെർഷൻ വരുമ്പോൾ ഇവിടെ ഒരു ഡിവൈൻ മാസ്കുലൻ ഉണ്ട്. ഒരു യൂണിയനിൽ ഒരു മാസ്കുലിൻ ഒരു ഫെമിനനെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. രണ്ട് മാസ്കുലിൻ രണ്ട് ഫെമിനൻ ഞാൻ എനർജിയുടെ കാര്യമാണ് പറയുന്നത്, ഹ്യൂമൻ ബോഡിയുടെ കാര്യമല്ല. ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവല്ല, എനർജിയാണ് ഫെമിനൻ ആൻഡ് മാസ്കുലിൻ. സോ ഒരു യൂണിയനിൽ ഒരു ഇപ്പം നിങ്ങൾ ഒരു സെയിം ജെൻഡർ കപ്പിളാണെങ്കിൽ, ഇനി നിങ്ങളൊരു ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ കപ്പിളാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായൊരു ഫെമിനൻ എനർജി ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ അതർ മീൻസ് നിങ്ങളുടെ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം എനർജി ഒന്നെങ്കിൽ ഫുൾ ഫെമിനൻ അല്ലെങ്കിൽ ഫുൾ മാസ്കുലിൻ എനർജി ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എസൻസ് ഉണ്ട്. ആ എസൻസ് ആണ് നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ സോൾ റെക്കഗ്നിഷൻ ഉണ്ടാവുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കി എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ ഞാൻ ഡീകോഡ് ചെയ്തെടുത്ത ഒരു മീനിങ് ആണ്. ഓക്കെ, സോ നിങ്ങളുമായിട്ട് ഇത് എത്രത്തോളം റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പ്ലീസ് കമൻസിൽ പറയുക. ആൻഡ് നിങ്ങൾക്ക് ഇതിലൂടെ ഒരു ഡീപ്പ് ഇൻസൈറ്റ് തരാൻ വേണ്ടിയാണ്. ബിക്കോസ് അതുകൊണ്ടാണ് ഇന്നർ വർക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ മാസ്കുലിൻ്റെ എസൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളുടെ യൂണിയൻ എങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഡീപ്പ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ലവ് ആൻഡ് ലൈറ്റ് ഫീൽ ചെയ്യും. നിങ്ങളുടെ യൂണിയനെ നേടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്തോട്ട് ഓടേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് യൂണിയൻ വേണമെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ്റെ അടുത്തോട്ടാണോ? അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾക്ക് യൂണിയൻ വേണമെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ്റെ അടുത്തോട്ടാണോ ഓടേണ്ടത്? യൂണിയൻ വേണമെങ്കിൽ ആരുടെ അടുത്തോട്ടാണ് നിങ്ങൾ പോകേണ്ടത്? ഗോഡിൻ്റെ അടുത്തോട്ടാണ് നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിയൻ വേണമെങ്കിൽ യു ഹാവ് ടു മേക്ക് ഗോഡ് ആസ് യുവർ സോഴ്സ്. നിങ്ങളുടെ സോഴ്സ്. ഈ യൂണിയന് എനർജി പകരുന്നത് ആരാണ്? ഇറ്റ്സ് ഫ്രം ഗോഡാണ് എനർജി. സോ ഈ യൂണിയനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്തത് ആരുടെ വില്ലിങ്നെസ്സിലുണ്ട്? ഗോഡിൻ്റെ വില്ലിങ്നെസ്സിലാണ്. സോ ഗോഡ്, നമുക്ക് യൂണിയൻ വേണമെങ്കിൽ ഗോ ടു ഗോഡ്. നമ്മുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്തോട്ട് ഓടിക്കാൻ ട്വിൻ ഫ്ലെയിമും അങ്ങോട്ടേക്ക് മീൻസ് നമ്മളെ റിജക്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകും. കാരണം ബിക്കോസ് ഹീ ഈസ് അവർ ഓൺ സെൽഫ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ മാസ്കുലിൻ ചെയ്യും. കാരണം നമ്മുടെ ഫെമിനൻ്റെ ഒരു എസൻസ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഫെമിനനും ഓക്കെ ലുക്ക് ഔട്ട് സൈഡ് ലൈക്ക് എ മിറർ. നമ്മൾ മിററിൻ്റെ അടുത്ത് എങ്ങനെയാണോ സംസാരിക്കുന്നത്? നമ്മൾ മിററിൻ്റെ അടുത്ത് നിന്ന് കൈ ഫ്രണ്ടിൽ ചെന്നിട്ട് ഞാനിങ്ങനെ മിററിൻ്റെ ഫ്രണ്ട് ചെന്നിട്ട് യെസ് കൈ പൊക്കൂ, റൈറ്റ് ഹാൻഡ് പൊക്കൂ എന്ന് ഞാൻ മിററിനോട് പറഞ്ഞാൽ മിറർ കൈ പൊക്കൂ? ഇല്ല. ഞാനിവിടെ എൻ്റെ റൈറ്റ് ഹാൻഡ് പൊക്കുമ്പോൾ മിററിലും ആ കൈ കാണും. ആൻഡ് ഞാനിവിടെ ലെഫ്റ്റ് ഹാൻഡ് പൊക്കും, മിററിലും ആ കൈ കാണും. സോ മിറർ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മുടെ ട്വിൻ ഫ്ലെയിമും അങ്ങനെയാണ്. നമ്മൾ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ അനുസരിച്ച് നമ്മുടെ ട്വിൻ ഫ്ലെയിമും അങ്ങനെ ട്രീറ്റ് ചെയ്യും. കാരണം നമ്മുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡിവൈൻ ഫെമിനൻ്റെ എസൻസ് അദ്ദേഹത്തിന് ഓർമ്മ വന്ന് അദ്ദേഹം നമ്മളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും. അദ്ദേഹത്തിന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇന്നർ വർക്ക് ചെയ്യരുത്. ബിക്കോസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അത് നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾക്ക് ഈശ്വരൻ തന്നൊരു സമ്മാനമാണ്. ഓൾറെഡി അത് എക്സിസ്റ്റൻസിലുണ്ട്. നിങ്ങൾക്കത് ഓർമ്മപ്പെടുത്തി നിങ്ങളത് വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഇന്നർ യൂണിയനിലൂടെ ആർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഇന്നർ യൂണിയനിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം യൂണിയനിലൂടെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. ഈ യൂണിവേഴ്സിന് മൊത്തം അല്ലെങ്കിൽ ഈശ്വരന് നിങ്ങളുടെ യൂണിയനിലുള്ള ഒരു പക്ക പ്ലാൻ തന്നെയുണ്ട്. സോ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ മാസ്കുലിൻ്റെ അടുത്തേക്ക് ഓടുന്നോ നിങ്ങളുടെ മാസ്കുലിൻ അത്രമാത്രം അത് നിങ്ങളെ റിജക്റ്റ് ചെയ്തോടും. ബിക്കോസ് ഹീ ഈസ് മിററിങ് യു. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുള്ള ഡിവൈൻ ഫെമിനിൻ്റെ തത്വത്തെ കൂടുതൽ ഉണർത്തുക. നിങ്ങളുള്ള മാസ്കുലിൻ എസൻസിനെ നിങ്ങൾ വീണ്ടും ഗ്രൗണ്ട് ചെയ്യുക. നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിനെ നിങ്ങൾ ഇൻവോക്ക് ചെയ്യുക. ഞാൻ എൻ്റെ ഡിവൈൻ മാസ്കുലിനെ ഇൻവോക്ക് ചെയ്യുന്നു. എപ്പോഴാണ് നിങ്ങൾക്ക് ഉള്ളിൽ നീഡിനെസ് വരുന്നത്? നിങ്ങൾ ഡിവൈൻ മാസ്കുലിനെ നിങ്ങൾ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈൻ ഫെമിനിനെ നിങ്ങൾ മിസ് ചെയ്യുന്നു. സോ കണ്ണുകൾ അടയ്ക്കാൻ, സ്റ്റേ ബാക്ക്, ജസ്റ്റ് ഡീപ്പ് ഹാർട്ട് ചക്രയിൽ ഫീൽ ചെയ്യുക ദാറ്റ് ഐ ചൂസ് മൈസെൽഫ്. ഞാൻ എന്നെ ചൂസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഈശ്വരനെ എൻ്റെ ഡിവൈൻ മാസ്കുലിനായിട്ട് അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിനായിട്ട് ഇവിടെ ചൂസ് ചെയ്യുന്നു. സോ ഈശ്വരൻ നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാസ്കുലിൻ നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യും. ബിക്കോസ് അതാണ് നിങ്ങളുടെ എനർജി. നിങ്ങളുടെ രണ്ടുപേരുടെ മെയിൻ കോമ്പിനേഷൻ ആരാണ്? ഗോഡാണ്. സോ ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ട്രയാങ്കിൾ തന്നെ ഫോം ചെയ്യും. നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളും സെയിം പേജിലാണ് പോകുന്നത്. ഗോഡാണ് നിങ്ങളുടെ
യൂണിയൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ യൂണിയൻ്റെ എനർജി സ്രോതസ്. സോ നിങ്ങൾക്ക് യൂണിയൻ വേണമെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനല്ല പിടിക്കേണ്ട, നിങ്ങൾ ഈശ്വരനെയാണ് പിടിക്കേണ്ടത്. നിങ്ങൾ എത്രമാത്രം ഈശ്വരനെ മുടിക്കപ്പെടും. ചാൻഡിങ് മെഡിറ്റേഷൻ മാത്രമല്ല ഈശ്വരനെ അറിയാനുള്ള വഴി. നിങ്ങൾ ഈശ്വരൻ ആരാണെന്നറിയണമെങ്കിൽ നിങ്ങൾ എന്ന മഹത് വ്യക്തി ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം ഈശ്വരൻ ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലാണ് അദ്ദേഹത്തിൻ്റെ എനർജിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈശ്വരൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എനർജി നിങ്ങൾ ഓരോരുത്തരിലൂടെയാണ്. സോ നിങ്ങൾ എന്ന വിശിഷ്ട വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ എന്ന ഈശ്വര ചൈതന്യത്തെ അറിയാത്തിടത്തോളം കാലം എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ യൂണിയൻ ഇന്നതാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തം ഇന്നതാണ്, നിങ്ങളുടെ സോളിൻ്റെ എസൻസ് ഇതാണ്, നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? സോ ഈശ്വരനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ന ഈശ്വര ചൈതന്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്ന ഈശ്വര ചൈതന്യത്തെ നിങ്ങൾ ആദരവ് ചെയ്യണം. നിങ്ങൾ എന്ന ഈശ്വര ചൈതന്യത്തെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ പരിപാലിക്കണം. നിങ്ങൾ ഭയങ്കര ഇളമയോടെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്, ലൈക്ക് ഈശ്വരൻ തന്ന ഗിഫ്റ്റ് പോലെ, അതുപോലെ നിങ്ങളെ ഈശ്വരൻ തന്ന ഗിഫ്റ്റ് പോലെ ഈ ലൈഫ് നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണെന്ന രീതി നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളെയും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം, വട്ട്മോസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇത് എൻ്റെ ഒരു ചെറിയൊരു പ്രയത്നമായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഓക്കെ, സോ ഞാൻ മനസ്സിലാക്കിയ രീതിയിലാണ് ഞാൻ അത് ഡീകോഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ചേർക്കാമുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, സോ കാരണം നമ്മൾ ഓരോ നിമിഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്താണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഏത് വഴിയിൽ നിങ്ങൾ പോകണം. സോ യു ക്യാൻ ജോയിൻ ഫോർ ടാറോ സെഷൻസ്. ഓക്കെ, ആൻഡ് ഹീലിംഗ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോ 1-on-1 ഹീലിംഗ് ഉണ്ട്. ആൻഡ് നിങ്ങളെ ചൂസ് ചെയ്യുക. ആൻഡ് വെൻ യു ചൂസ് യുവർ സെൽഫ്, യുവർ ട്വിൻ ഫ്ലെയിം വിൽ ഡെഫിനറ്റ്ലി റിഫ്ലെക്റ്റ് യു ആൻഡ് ചൂസ് യു, ബിക്കോസ് ഗോഡ് ഈസ് യുവർ എസെൻസ്. ഓക്കെ, ഗോഡിൻ്റെ എസെൻസ് തന്നെയാണ് നിങ്ങൾ നിങ്ങളെ ചൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ആൻഡ് കമൻറ്റിൽ ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ, വാട്സപ്പ് ചെയ്യുക. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് ഹാവ് എ നൈസ് ഡേ.